കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരിക്കടുത്ത് തൃക്കൊടിത്താനം ദേശത്ത് സ്ഥിതി ചെയ്യുന്ന മഹാക്ഷേത്രമാണ് തൃക്കൊടിത്താനം മഹാവിഷ്ണു ക്ഷേത്രം. മഹാഭാരതത്തിലെ പഞ്ചപാണ്ഡവരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന 5 വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ചെങ്ങന്നൂർ, തൃച്ചിറ്റാറ്റ്, തൃപ്പുലിയൂർ, തിരുവാറന്മുള, തിരുവൻവണ്ടൂർ എന്നിവയാണ് മറ്റുള്ളവ. പാണ്ഡവരിൽ ഇളയവനായ സഹദേവനാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയതെന്ന് പറയപ്പെടുന്നു. മഹാവിഷ്ണുവിന്റെ 108 ക്ഷേത്രങ്ങളിലും സ്വർഗീയ വാസസ്ഥലങ്ങളിലും ഒന്നായി ഇത് കരുതപ്പെടുന്നു. ഇവിടുത്തെ മൂലവിഗ്രഹം അദ്ഭുത നാരായണനെന്നും അമൃത നാരായണനെന്നും അറിയപ്പെടുന്നുണ്ട്. അഞ്ജനശിലയിൽ തീർത്ത ഈ വിഗ്രഹം നിൽക്കുന്ന രൂപത്തിലാണ് ഇവിടെ നിലകൊള്ളുന്നത്. കിഴക്ക് ദിശയിലാണ് ദർശനം. ശ്രീകോവിലിന്റെ പടിഞ്ഞാറ് വശത്ത് മഹാവിഷ്ണുവിന്റെ 4ാമത്തെ അവതാരമായ ഉഗ്ര നരസിംഹമൂർത്തിയും തുല്യ പ്രാധാന്യത്തോടെ വിരാജിക്കുന്നു. പാണ്ഡവരിൽ ഇളയവനായ സഹദേവനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതും ആരാധിച്ചു പോന്നതും എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിന് പ്രകാരമുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തിന് ശേഷം പാണ്ഡവർ തങ്ങളിൽ 3ാമനായ അർജുനന്റെ പൗത്രനായ പരീക്ഷിത്തിനെ രാജ്യഭാരമേൽപ്പി ദ്രൗപദി സമേതരായി തീർത്ഥാടനത്തിന് പുറപ്പെട്ടു. ഈ യാത്രയിൽ അവർ ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിച്ചു. കൂട്ടത്തിൽ അവർ ഭാർഗവ ക്ഷേത്രത്തിലുമെത്തി. തങ്ങളുടെ തേവാരമൂർത്തികളെ ഉചിതമായി ക്ഷേത്രം പണിത് പ്രതിഷ്ഠിക്കാനായിരുന്നു അവരുടെ തീരുമാനം. അതനുസരിച്ച് മൂത്തവനായ യുധിഷ്ഠിരൻ ചെങ്ങന്നൂരിലെ തൃച്ചിറ്റാറ്റും, 2ാമനായ ഭീമസേനൻ അടുത്തുള്ള തൃപ്പുലിയൂരും, അർജുനൻ തിരുവാറന്മുളയിലും, 4ാമനായ നകുലൻ തിരുവൻവണ്ടൂരിലും പ്രതിഷ്ഠ നടത്തി. എന്നാൽ സഹദേവന് മാത്രം സ്വന്തമായി വിഗ്രഹം ഉണ്ടായിരുന്നില്ല. ഇതിൽ മനം നൊന്ത അദ്ദേഹം തീയിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. ആ സമയത്ത് അഗ്നിദേവൻ പ്രത്യക്ഷപ്പെടുകയും ദിവ്യമായ വിഷ്ണു വിഗ്രഹം സഹദേവന് സമ്മാനിക്കുകയും ചെയ്തു. തുടർന്ന് തന്റെ ജ്യേഷ്ഠന്മാരുടെ പ്രതിഷ്ഠകളിൽ നിന്ന് അല്പം മാറി തൃക്കൊടിത്താനത്ത് അദ്ദേഹം വിഗ്രഹം പ്രതിഷ്ഠിച്ചു. ഉയർന്ന ചുവരുകളും ചെത്തി മിനുസപ്പെടുത്തി അതിസൂക്ഷ്മമായി കൂട്ടിവിളക്കിയ കല്ലുകളും ഈ ക്ഷേത്രത്തിനൊരു കോട്ടയുടെ പ്രതീതി നൽകുന്നുണ്ട്. പ്രധാന ശ്രീകോവിൽ വൃത്താകൃതിയിലാണ്. 2 നിലകളോടുകൂടിയ ഈ ശ്രീകോവിലിന്റെ 2 നിലകളും ചെമ്പുമേഞ്ഞതാണ്. പ്രധാന മൂർത്തിയായ ശ്രീ മഹാവിഷ്ണു ഭഗവാൻ ഈ ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്നു. 6 അടിയോളം ഉയരം വരുന്ന മനോഹരമായ അഞ്ജനശിലാ വിഗ്രഹം ഭക്തരെ ആകർഷിക്കും. ചതുർബാഹുവായ ഭഗവാൻ ശംഖ്, ചക്രം, ഗദ, താമര എന്നിവ 4 കൈകളിലും ധരിച്ചിരിക്കുന്നു. അത്യുഗ്രമൂർത്തിയായ നരസിംഹമൂർത്തിയെ പ്രീതിപ്പെടുത്താൻ പാൽപായസത്തിൽ ശർക്കരയിട്ട് പ്രത്യേക നിവേദ്യവുമുണ്ട്. ശ്രീകോവിലിന് മുന്നിൽ വലിയ നമസ്കാര മണ്ഡപമുണ്ട്. ധാരാളം കൊത്തുപണികളും ശില്പങ്ങളും നിറഞ്ഞ ഈ മണ്ഡപത്തിലാണ് ഉത്സവകാലത്ത് കലശപൂജ നടക്കുന്നത്. ഇതിന്റെ മച്ചിൽ അഷ്ടദിക്പാലകരും ബ്രഹ്മാവും വാഴുന്നു. മണ്ഡപത്തിന്റെ പടിഞ്ഞാറേ അറ്റത്ത് ഭഗവത് വാഹനമായ ഗരുഡന്റെ ചെറിയൊരു ശില്പവുമുണ്ട്. ഇതിലും പൂജകൾ നടത്തുന്നു. മണ്ഡപത്തിന്റെ തെക്കുഭാഗത്ത് തിടപ്പള്ളിയും വടക്കുഭാഗത്ത് കിണറും കാണാം. ശ്രീകോവിലിന് ചുറ്റും ധാരാളം ചുവർ ചിത്രങ്ങളും ധാരുശില്പങ്ങളുമുണ്ട്. വിവിധ പുരാണ കഥകളിൽ നിന്നുള്ള രംഗങ്ങളും ഇതിൽ നിറഞ്ഞു കാണുന്നു. ശ്രീരാമ പട്ടാഭിഷേകം, ഗണപതി പ്രാതൽ, ദശാവതാരം, പാശുപതാസ്ത്ര കഥ, അപ്പം കൊണ്ടുവരുന്ന അന്തർജനങ്ങൾ, അനന്തശയനം, പാർവതീ സമേതനായ ശിവൻ, കാളിയമർദ്ദനം, കുവലയപീഠം, പഞ്ചപാണ്ഡവർ തുടങ്ങിയവ അവയിൽ പ്രധാനമാണ്. എടുത്തു പറയേണ്ടത് ദശാവതാര രൂപങ്ങളെ തന്നെയാണ്. ഓരോ അവതാരത്തെയും തന്മയത്വത്തോടെ ശ്രീകോവിലിന്റെ മുകൾ തട്ടിൽ കൊത്തിവെച്ചിട്ടുണ്ട്. പഴയ കാലത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ധാരാളം ചുമരെഴുത്തുകളും കാണാം. പ്രധാന ശ്രീകോവിലിൽ തന്നെ തെക്കുഭാഗത്ത് ദക്ഷിണാമൂർത്തി ഭാവത്തിൽ ശിവനും ഗണപതിയും പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ഒരു ചെറിയ ദ്വാരത്തിലൂടെ നോക്കിയാൽ മാത്രമേ അവരെ കാണാൻ കഴിയൂ. ശൈവ വൈഷ്ണവ സംയോഗത്തിന്റെ പ്രതീകമായിരിക്കണം ഈ പ്രതിഷ്ഠയ്ക്കു പിന്നിൽ. ഇവിടെ 2 കൊടിമരങ്ങളുണ്ട്. കിഴക്കേ നടയിൽ മഹാവിഷ്ണു പ്രതിഷ്ഠയ്ക്കും പടിഞ്ഞാറേ നടയിൽ നരസിംഹ പ്രതിഷ്ഠയ്ക്കുമാണ് ഈ 2 കൊടിമരങ്ങൾ. ഗരുഡ രൂപങ്ങൾ 2 മുകളിലും കാണാം. കിഴക്കേ നടയിൽ സ്വർണ്ണ കൊടിമരവും പടിഞ്ഞാറേ നടയിൽ പിച്ചള കൊടിമരവുമാണ്. 4 പുറത്ത് തെക്കു കിഴക്കു ഭാഗത്ത് പടിഞ്ഞാറോട്ട് ദർശനമായി സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രതിഷ്ഠ കാണാം. 2 കൈകളിൽ വേലും വരദമുദ്രയും ധരിച്ച ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ഇവിടെ പ്രധാന ക്ഷേത്രം വരുന്നതിന് മുമ്പേ കുടിയിരുത്തപ്പെട്ടതാണെന്നും പിന്നീട് ഇന്നത്തെ സ്ഥാനത്തേക്ക് മാറ്റിയതാണെന്നും പറയപ്പെടുന്നു. തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്കോട്ട് ദർശനമായി അയ്യപ്പസ്വാമിയും നാഗദൈവങ്ങളും കുടികൊള്ളുന്നു. വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ശ്രീ ഭദ്രകാളിയുടെ സാന്നിധ്യവുമുണ്ട്. ഇവിടെ വിഗ്രഹമില്ല.
മണ്ഡലകാലത്ത് നടന്നുവരുന്ന കളമെഴുത്തുപാട്ടും ഗുരുതി തർപ്പണവും വഴി ഭഗവതിയെ ആവാഹിക്കുകയാണ്. തിരുമാന്താംകുന്നിലമ്മയുടെ സങ്കല്പമാണ് ഇവിടെ ഭഗവതിക്ക്. കിഴക്കേ നടയ്ക്കും ക്ഷേത്രകുളത്തിനും മധ്യേ 6 അടി പൊക്കമുള്ള ഒരു കരിങ്കൽ തൂണും അതിനു മുകളിലായി പൂണൂൽധാരിയായ ഒരാൾ ഇടതുകൈയിൽ ഒരു ശംഖുമായി കിടക്കുന്ന കൃഷ്ണശിലയിൽ തീർത്ത ഒരു ആൾരൂപവുമുണ്ട്.